ഒരു പഴയ LP സ്കൂൾ അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചിന്താ പരീക്ഷണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒരു LP സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ UKG ക്ലാസ്സിൽ 2 കുട്ടികൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. കുഞ്ഞാപ്പുവിൻ്റെ പെൻസിൽ ഒരു കുഞ്ഞുട്ടി പൊട്ടിച്ചു. അപ്പോൾ കുഞ്ഞാപ്പു പറഞ്ഞു, ഞാൻ ഹെഡ് മാഷോട് പോയി പറയും, കുഞ്ഞാമത് മാഷെടുത്ത് പോയി പറയും പറഞ്ഞു. അപ്പോൾ കുഞ്ഞുട്ടി പറഞ്ഞ്, കുഞ്ഞാമത് മാഷൊന്നല്ല ഹെഡ് മാഷ്, അത് നമ്മളെ കല്യാണി ടീച്ചറാണ് ഹെഡ് മാഷ്. അങ്ങനെ ഹെഡ് മാഷ് ആര് എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വഴക്ക് കുഞ്ഞാപ്പുവും കുഞ്ഞുട്ടിയും തമ്മിലുണ്ടായി. കുഞ്ഞാപ്പുവിൻ്റെ പെൻസിൽ കുഞ്ഞുട്ടി പൊട്ടിച്ച കേസും ഉണ്ടായി. അങ്ങനെ ഈ വഴക്ക് മൂത്തപ്പോൾ കുഞ്ഞാപ്പു നേരെ ഹെഡ് മാഷ് എടുത്ത് ഓടിപ്പോയിട്ട് കേസ് പറഞ്ഞു. കുഞ്ഞുട്ടീൻ്റെ പെൻസിൽ പൊട്ടിക്കുകയും ചെയ്തു. ഇങ്ങൾ ഹെഡ് മാഷല്ല, കല്യാണി ടീച്ചറാണ് ഹെഡ് മാഷ് എന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് കേട്ട പാടെ ഈ ഹെഡ് മാഷ് കുഞ്ഞാമത് മാഷ് മൂക്കൊക്കെ വറപ്പിച്ച് മീശയൊക്കെ പിരിച്ച് എണീറ്റ് നിന്ന് അരയിലെ ബെൽറ്റിൽ ഉണ്ടായിരുന്ന മലപ്പുറം കത്തി എടുത്തിട്ട് നടക്കട ക്ലാസ്സിക്ക് എന്ന് പറഞ്ഞ് കുഞ്ഞാപ്പൂവിനെയും കൂട്ടി ക്ലാസ്സിക്ക് ഓടി. എന്നിട്ട് കത്തി കുഞ്ഞാപ്പൂവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞുട്ടീനെ കുത്താൻ പറഞ്ഞു. അവൻ്റെ പള്ളക്ക് കുത്തിയിട്ട് അവൻ്റെ നെഞ്ചിൽ കൂടെ കയറ്റണം, അവനെപ്പം തന്നെ ചാവണം എന്ന് പറഞ്ഞു. കുഞ്ഞാപ്പൂ കത്തി കൊണ്ട് കുത്താനൊക്കെ ഇങ്ങനെ പേടിച്ച് വിറച്ച് മടിച്ച് നിന്നപ്പോൾ കുത്തിയില്ലെങ്കിൽ അന്നെ ഞാൻ കുത്തും എന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ചു. അങ്ങനെ നിവൃത്തിയില്ലാതെ കുഞ്ഞാപ്പു പോയിട്ട് കുഞ്ഞുട്ടീൻ്റെ പള്ളക്ക് കുത്തി. പള്ളക്ക് കുത്തിയിട്ട് കത്തി ഒരു പകുതിയൊക്കെ ഉള്ളിലേക്ക് കയറിയുള്ളൂ. കുഞ്ഞാപ്പു ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഹെഡ് മാഷ് വണ്ടി ചെന്നിട്ട് ബാക്കിയും കൂടെ കുത്തി കയറ്റി കുഞ്ഞുട്ടീൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഹാർട്ടിന് കൊള്ളുന്ന രീതിയിലൊക്കെ ആ കത്തി തള്ളി കയറ്റിയിട്ട് കുഞ്ഞുട്ടി അപ്പം തന്നെ അവിടെ കൊട്ടിപ്പിടഞ്ഞ് മരിച്ചു. ചോര പുരണ്ട കത്തി ഊരി പിടിച്ചുകൊണ്ട് ഹെഡ് മാഷ് അപ്പം തന്നെ സ്കൂളിലെ അസംബ്ലിക്ക് ബെല്ലടിച്ച്. അങ്ങനെ കുട്ടികളെല്ലാം, ഈ രംഗം കണ്ട കുട്ടികളും അല്ലാത്ത കുട്ടികളൊക്കെ ഈ കത്തിയൊക്കെ കണ്ട് പേടിച്ച് വരച്ച് എല്ലാവരും അസംബ്ലിയിൽ വന്ന് നിരന്ന്. അവിടുന്ന് അസംബ്ലിയിൽ നിന്ന് ഹെഡ് മാഷ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഞാനല്ലാത്തൊരു ഹെഡ് മാഷ് ഈ സ്കൂളിലുണ്ട് എന്ന് പറഞ്ഞതിനാണ് കുഞ്ഞുട്ടിനെ കുഞ്ഞാപ്പ് കുത്തിയത്. കുഞ്ഞാപ്പ് കുത്തിയിട്ട് കൊള്ളാഞ്ഞിട്ട് ഞാനും കൂടി കൊടുത്തു. അങ്ങനെ കുഞ്ഞുട്ടിനെ കൊന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞാപ്പുമല്ല, ഞാനാണ് കൊന്നത്. ഇനി ഞാനല്ലാതെ ഏതെങ്കിലും ഹെഡ് മാഷ് ഈ സ്കൂളിലുണ്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരുടെ ഗതി ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉറഞ്ഞു തുള്ളി അവിടുന്ന് ഹെഡ് മാഷ് അസംബ്ലി പിരിച്ചു വിടുകയാണ്. ഈ ബഹളമൊക്കെ കേട്ട് നാട്ടുകാർ PTA സ്കൂളിലേക്ക് ഓടി വന്നു. ആ PTA ഈ ഹെഡ് മാഷിക്ക് ആ കൊല്ലത്തെ ഏറ്റവും നല്ല ഹെഡ് മാഷിക്കുള്ള അവാർഡിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണോ, അതോ ആ ഹെഡ് മാഷെ ആ സ്കൂളിൻ്റെ മുറ്റത്തിട്ട് അപ്പം തന്നെ തല്ലിക്കൊല്ലണോ? ഇതാണ് എൻ്റെ ചിന്താ പരീക്ഷണമായിട്ടുള്ള ചോദ്യം. ഇനി നമുക്ക് നമ്മുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. 233-ാമത്തെ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ അൻഫാലിലെ 14-ാമത്തെ വാക്യം മുതലാണ് വായിക്കുന്നത്. 13 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു നിർത്തിയത്. 14-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, സത്യനിഷേധികൾക്ക്, കാഫറുകൾക്ക് തന്നെയാണ് നരകശിക്ഷ. വിശ്വാസികളെ, കാഫറുകൾ പടയണിയായി വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത്. യുദ്ധത്തിനായി സ്ഥാനം മാറുന്നതിനോ സംഘത്തോടൊപ്പം ചേരുന്നതിനോ അല്ലാതെ അന്ന് അവരിൽ നിന്ന് വല്ലവനും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അവൻ അള്ളാഹുവിൽ നിന്നുള്ള കോപത്തിന് പാത്രമായിരിക്കുന്നതും അവൻ്റെ സങ്കേതം നരകമായിരിക്കുന്നതുമാണ്. ചെന്നു ചേരാൻ കൊള്ളരുതാത്ത സ്ഥലമത്രേ അത്. 14, 15, 16 വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇത് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ആ യുദ്ധക്കളത്തിൽ പിന്തിരിഞ്ഞ് ഓടാൻ നിന്നവരും യുദ്ധത്തിന് ഇറങ്ങാൻ മടിച്ചു നിന്നവരും യുദ്ധത്തിന് പുറപ്പെടാൻ മടിച്ചു നിന്നവരും പലതരം ഒഴിവുകഴിവുകൾ പറയാൻ ശ്രമിച്ചവരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വിടുന്നതിനായിട്ട് മുഹമ്മദിൻ്റെ വായിലൂടെ മുഹമ്മദിൻ്റെ ഗോത്രദൈവമായ അള്ളാഹു എന്ന ഫേക്ക് ID അവതരിപ്പിച്ച വാക്യങ്ങളാണ്. ഇത് പ്രപഞ്ചമുണ്ടാക്കിയ സ്രഷ്ടാവ് പ്രപഞ്ചമുണ്ടാക്കും മുമ്പ് എഴുതി വെച്ച ലൗഹുൽ മഹ്ഫൂദ് എന്ന മഹാഗ്രന്ഥത്തിലെ വാക്യങ്ങളാണ് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മുഹമ്മദിനെതിരായിട്ട് യുദ്ധത്തിൽ അണിനിരന്ന മുശ്രിക്കുകൾ, മറ്റു ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളെയാണ് അള്ളാഹു ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മരിച്ചാൽ നരകം, നരകത്തിൽ നിങ്ങൾക്ക് ശാശ്വതമായ ശിക്ഷ, അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അതുകൂടാതെ ഇവിടെ വെട്ടും കുത്തും കൊണ്ട്
ചത്ത് മലച്ച് അതും ആസ്വദിക്കുക എന്ന് കാഫിറുകളോട് അള്ളാഹു ഭീഷണി മുഴക്കുകയാണ് യുദ്ധപ്പറമ്പിൽ വെച്ച്. കാഫിറുകൾ അണിയായിട്ട് നിങ്ങളോട് യുദ്ധത്തിന് വരുമ്പോൾ നിങ്ങൾ ആ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല. അങ്ങനെ പിന്തിരിഞ്ഞോടുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കോപം അവരുടെ നേരെ ഉണ്ടാകും. അവർ ചെന്ന് ചേരുന്നത് നിത്യനരകത്തിലായിരിക്കും എന്ന് മുസ്ലിങ്ങളെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. മുസ്ലിങ്ങൾ കാഫിറുകളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവിടുന്ന് പിന്തിരിഞ്ഞ് ഓടാനോ മടിച്ചു നിൽക്കാനോ തയ്യാറായാൽ നിങ്ങളെ നിത്യനരകത്തിലിട്ട് ഞാൻ പൊരിക്കും, ഞാൻ കോപാകുലനാണ് എന്നാണ് സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവ് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് തൻ്റെ ഗോത്രക്കാരോട് പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ അവന് നിത്യനരകമാണെന്ന് മാത്രമല്ല സപ്തപാപങ്ങളിലൊന്നാണത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം അനുസരിച്ച് ഏറ്റവും വലിയ 7 വൻ പാപങ്ങളുണ്ട്, വൻ തിന്മകൾ. ആ 7 വൻ പാപങ്ങളിൽ ഒന്നാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത്. ഏതൊക്കെയാണ് 7 മഹാപാപങ്ങൾ എന്ന് ഇതിനോടനുബന്ധിച്ച് തഫ്സീറുകളിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ബുഖാരിയുടെ ഹദീസിൽ പറയുന്നുണ്ട്. ആ 7 പാപങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹു എന്ന പടച്ചോൻ്റെയും ആ പടച്ചോൻ ഉണ്ടാക്കിയ ഒരു മതത്തിൻ്റെയും നിലവാരം മനസ്സിലാവും. ഞാൻ ആ 7 പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് വായിക്കാം. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, അതായത് ശിർക്ക് പ്രവർത്തിക്കുക. അള്ളാഹു അല്ലാതെ വേറെ പടച്ചോനുണ്ട് എന്ന് പറയുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും പടച്ചോന്മാരുണ്ട് എന്ന് വിശ്വസിക്കുകയോ വേറെ പടച്ചോന്മാരെ ആരാധിക്കുകയോ ചെയ്താൽ അതാണ് ഏറ്റവും വലിയ പാപം. ഗുരുവായൂരപ്പോ രക്ഷിക്കണേ എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ പിന്നെ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല, അവൻ മഹാപാപങ്ങളിൽ ഒന്നാമത്തെ പാപം ചെയ്തതുകൊണ്ട് നിത്യനരകത്തിലായിരിക്കുമെന്ന് മൊയ്ലിയാർ വയൽ പറയുന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കുക. രണ്ടാമത്തേത് സിഹിർ, കൂടോത്രം. ഏറ്റവും വലിയ 2 പാപങ്ങൾ. രണ്ടാമത്തെ പാപം കൂടോത്രം ചെയ്യുക. കൂടോത്രം ഇപ്പോൾ കേരളത്തിലെ സലഫി ഇസ്ലാമിസ്റ്റുകളുടെ, വഹാബി ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ വലിയ തർക്ക വിഷയമാണ്. 5-6 ഗ്രൂപ്പുകളായിട്ട് നിന്നിട്ട് കൂടോത്രത്തെക്കുറിച്ചും മാരണത്തെക്കുറിച്ചും അതിൽ ജിന്നിൻ്റെ അല്ലെങ്കിൽ ചെയ്ത്താൻ്റെ പങ്കിനെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസ കാര്യങ്ങളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന മഹാകോമഡി ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ അനുസരിച്ച്, ഹദീസ് അനുസരിച്ച്, ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പാപം, രണ്ടാമത്തെ തിന്മ കൂടോത്രമാണ്. ഇപ്പോൾ കൂടോത്രം ഫലിക്കോ ഇല്ല എന്നുള്ളതൊക്കെയാണ് മുജാഹിദുകൾ ഇപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തർക്കം നടക്കുന്നത്. ഫലിക്കാത്ത ഒരു തമാശ മാത്രമാണ് സിഹ്റെങ്കിൽ അത് വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമതായിട്ട് എണ്ണേണ്ട കാര്യമൊന്നുമില്ല. കൂടോത്രം ഫലിക്കുമെന്ന് തന്നെയാണ് മുഹമ്മദ് വിശ്വസിച്ചിരുന്നത്, മുഹമ്മദിൻ്റെ അള്ളാഹുവും വിശ്വസിച്ചിരുന്നത്. മുഹമ്മദിന് തന്നെ കൂടോത്രം ഏറ്റതിൻ്റെ സംഭവകഥ സഹിഹായ ഹദീസുകളിലും ചരിത്രത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയം അതൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് പോവുകയാണ്. മൂന്നാമത്തെ, അള്ളാഹു നിഷിദ്ധമാക്കിയ ദേഹത്തെ ന്യായമില്ലാതെ കൊലപ്പെടുത്തുക. അള്ളാഹു കൊലപാതകം ആവശ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുശ്രിക്കായി ഒരുത്തൻ യുദ്ധത്തിന് വരികയാണ്. യുദ്ധത്തിനല്ല, ഓൻ കച്ചവടത്തിന് പോവുമായിരുന്നു. കച്ചവടത്തിന് പോകുമ്പോൾ ഓനെ പോയി ആക്രമിക്കണം, കൊല്ലണം എന്ന് പറഞ്ഞ അതേ പടച്ചോൻ മൂന്നാമത്തെ പാപമായിട്ട് പറയുന്നത് ആ ഗണത്തിലൊന്നും പെടാത്ത ആൾക്കാരെ കൊല്ലുന്നത് പാപമാണ് എന്ന്. അതിലൊന്നും പെടാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്വന്തം മതത്തിൽപ്പെട്ട സ്വന്തം സഹോദരനായിട്ടുള്ള ആളുകളെ കാര്യമായ ഒരു കാരണം കൂടാതെ കൊല്ലുകയാണെങ്കിൽ അത് പാപമാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. നാലാമത്തെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, നിങ്ങൾ ബാങ്കിൽ പൈസ നിക്ഷേപിച്ചിട്ട് ഇൻട്രസ്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു കാറിൻ്റെ ലോണൊക്കെ എടുത്തിട്ട് ആ ലോണ് തിരിച്ചടക്കുമ്പോൾ കുറച്ച് പൈസ അധികം ബാങ്കിന് പലിശയായിട്ട് കൊടുക്കുമല്ലോ, ആ പലിശയാണ് ഇസ്ലാമിലെ നാലാമത്തെ വൻ പാപം. ഇനി അഞ്ചാമത്തെ പാപം, അനാഥകളുടെ സ്വത്ത് തിന്നുക. അനാഥരായ ആൾക്കാരുടെ കുട്ടികളുടെയൊക്കെ സ്വത്ത് കൈക്കലാക്കിയിട്ട് അത് തിന്നുന്നതാണ് പാപം. അഞ്ചാമത്തെ പാപമാണ് ഇപ്പോൾ ഈ പറഞ്ഞ അനാഥകളുടെ സ്വത്ത് തിന്നുക. ആറാമത്തെ പാപം, യുദ്ധത്തിൻ്റെ ദിവസം യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോവുക. അതാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഏഴാമത്തെ പാപം, സത്യവിശ്വാസിനികളും ചാരിത്രശുദ്ധരും അശ്രദ്ധരുമായ സ്ത്രീകളെപ്പറ്റി വ്യഭിചാര ആരോപണം നടത്തുക. മറ്റ് സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുക. അവർ
വ്യഭിചാരികളല്ലാതിരിക്കെ. അങ്ങനെ ഒരു പാപം കൂടി ഇസ്ലാമിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആ പാപമൊക്കെ ഇസ്ലാമിൽ വരാനുണ്ടായ ചരിത്രപരമായ സാഹചര്യങ്ങളൊക്കെ വലിയ തമാശയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ വിഷയം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ഓടൽ ദൈവത്തിൻ്റെ മുമ്പിൽ 7 മഹാവൻ പാപങ്ങളിൽ 5-മത്തെ 6-മത്തെയോ പാപമാണ് എന്നതാണ്. ഇനി ഈ പാപം ഇത് ഉപദേശിക്കുന്ന അള്ളാഹു തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ച് ചിരിക്കാൻ പോകുന്നത്. ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത് ആദ്യം പിന്തിരിഞ്ഞ് തടിയെടുത്തത് അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകളുമാണ്. അവരെ പിന്നാലെ മുഹമ്മദ് നബിയും യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞ് ഉഹുദ് മലേൻ്റെ മുകൾക്ക് മണ്ടി. അപ്പോൾ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചോൻ, ആ പടച്ചോനല്ലാതെ വേറെ പടച്ചോന്മാരുണ്ട് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ആളുകൾക്കെതിരെ യുദ്ധത്തിന് കോപ്പ് കൂട്ടി തൻ്റെ അനുയായികളൊക്കെ വാളും കൊടുത്ത് യുദ്ധത്തിന് അയച്ചിട്ട് അനുയായികളോട് പറയാണ്, യുദ്ധരംഗത്ത് നിന്ന് നിങ്ങളെങ്ങാനും പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ നിത്യനരകത്തിലിട്ട് പൊരിക്കും, എനിക്ക് കോപം സഹിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ ചിന്താപരീക്ഷണമായിട്ട് പറഞ്ഞ എഡ്മാഷയും കുഞ്ഞാപ്പൂൻ്റെയും കുഞ്ഞുട്ടിൻ്റെയും കാര്യം മനസ്സിലവിടെ വെച്ചുകൊണ്ട് വേണം ഈ കഥയൊക്കെ കേൾക്കാൻ. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. ഇനി 17-മത്തെ വാക്യം, അതാണ് ഹൈലൈറ്റ്. എന്നാൽ നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അള്ളാഹുവാണ് അവരെ കൊലപ്പെടുത്തിയത്. നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, പക്ഷേ അള്ളാഹുവാണ് എറിഞ്ഞത്. തൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുണകരമായ ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നമ്മളെ ഹെഡ്മാഷ് അസംബ്ലിയിൽ പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ? ഞാനല്ലാതെ വേറൊരു ഹെഡ്മാഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അവനെ കുത്തിക്കൊല്ലും. അത് പറഞ്ഞാൽ ഞാനല്ല, നിങ്ങളെന്നെ കുത്തിക്കൊല്ലണം, എന്നാ കത്തി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കയ്യിൽ, 1-ാം ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിൽ കത്തി കൊടുക്കുന്ന ഹെഡ്മാഷ്. എന്നിട്ട് ആ കുട്ടി കുത്തിയിട്ട് കൊള്ളാഞ്ഞിട്ട് നേരെ ചൊവ്വേ കയറാഞ്ഞിട്ട് ഈ ഹെഡ്മാഷ് പോയിട്ട് കത്തി ഉന്തിക്കയറ്റുക, എന്നിട്ട് കുട്ടീനെ കൊല്ലുക, എന്നിട്ട് അസംബ്ലിയിൽ പ്രസംഗിക്കുക, കുഞ്ഞാപ്പല്ല കൊന്നത്, ഞാനാണ് കൊന്നത്, ഓൻ കുത്തിയപ്പോൾ കുത്ത് കൊള്ളിച്ചത് ഞാനാണ് എന്ന് പറയാം. എന്തിനാണ്? ഞാൻ ഹെഡ്മാഷല്ല എന്ന് പറഞ്ഞു. ഇതാണ് കേസ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രപഞ്ചസൃഷ്ടാവായ പടച്ചോൻ ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുക. എന്നിട്ട് അപ്പം പടച്ചോന് ഏജൻറ്റുമാരെ പറഞ്ഞയക്കുക, ആർക്കും കാണാൻ പറ്റാത്ത അദൃശ്യ ഏജൻറ്റുമാരെ പറഞ്ഞയക്കുക. ഈ അദൃശ്യ ഏജൻറ്റുമാർ ഈ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് 900 വെളിച്ചപ്പാടുകൾ ഇതുപോലെ വെളിപാടും തുള്ളി നടക്കുന്ന ഒരു കാലത്ത് അതേ വെളിച്ചപ്പാടിനെ പോലെ ഈ പ്രപഞ്ചസൃഷ്ടാവ് കൊടുത്തയച്ച ആരും കാണാത്ത പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്തയച്ച സാധനം വെച്ചിട്ട് ഇയാൾ വെളിച്ചപ്പാട് തുള്ളി പറയുക, ഞാനാണ് പഠിച്ചോൻ, ഈ പറയുന്ന ആളാണ് പഠിച്ചോൻ, വേറെ പഠിച്ചോന്മാരില്ല എന്നൊക്കെ ഇയാൾ വെളിച്ചപ്പാട് തുള്ളി ഒരു മനുഷ്യൻ്റെ തൊള്ളുകൊണ്ട് പറയുക. അതിന് തെളിവ് ചോദിച്ച ആൾക്കാരെ വാളെടുത്ത് വെട്ടുക. വാളെടുത്ത് വെട്ടുമ്പോൾ ഈ ഒറിജിനൽ പഠിച്ചോൻ, ഒളിച്ചു കുത്തിരിക്കുന്ന പഠിച്ചോൻ ആരും കാണാതെ വന്നിട്ട് യുദ്ധക്കളത്തിൽ വന്നിട്ട് വെട്ടാനും കുത്താനും കൂടി കൊടുക്കുക. നിങ്ങൾ വെട്ടിയപ്പോൾ വെട്ട് കൊള്ളിച്ചത് ഞാനാണ്, നിങ്ങൾ കുത്തിയപ്പോൾ കുത്തു കൊള്ളിച്ചത് ഞാനാണ്, നിങ്ങൾ എറിഞ്ഞപ്പോൾ ഏറ് കൊള്ളിച്ചത് ഞാനാണ്, നിങ്ങളല്ല വന്നത്, ഞാനാണ് വന്നത് എന്ന് തട്ടുംപുറത്തിരുന്നിട്ട് അള്ളാഹു ഏജൻറ്റ് മുഖേന വിളിച്ചു പറയുക. ഇതൊക്കെയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ എൻ്റെ സഹജീവികളായ മനുഷ്യരിൽ ഒരുപാട് ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർ വിശ്വസിക്കുന്നു എന്ന കാര്യമാണ് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. ഇത്രയും വലിയ വിഡ്ഢിത്തങ്ങൾ, വഷളത്തരങ്ങൾ, ഒരു ദൈവത്തിനെക്കുറിച്ചൊക്കെ പറയാവുന്നതിൽ വെച്ച് ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള വഷളത്തരങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്ര മനുഷ്യൻ അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തൻ്റെ ഗോത്രജനതയെ ഒന്നിച്ചു നിർത്തി തനിക്ക് ശത്രുക്കളെന്ന് തോന്നിയ ആളുകളെ, അല്ലെങ്കിൽ തൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി നിന്ന ആളുകളെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, അതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ കുഞ്ഞാപ്പും കുഞ്ഞുട്ടിയും പെൻസിൽ പൊട്ടിച്ചു, അവർ തമ്മിൽ ഹെഡ്മാഷെ പറ്റി തർക്കിച്ചു, ടീച്ചറാണ് ഹെഡ്മാഷ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതും, അതിൻ്റെ പേരിൽ ഇപ്പോൾ ആ കുട്ടികളെ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 തല്ലൊക്കെ തല്ലി എന്ന് പറഞ്ഞാലും അതൊക്കെ സ്വാഭാവികമാണ്, നമുക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ ഇത് കേട്ടപാടെ മലപ്പുറം കത്തിയും കൊണ്ട് 1-ാം ക്ലാസ്സിലേക്ക് ഓടിച്ചെന്നിട്ട് കുട്ടിയെ കുത്താൻ കൂടി കൊടുക്കുന്ന ഒരു ഹെഡ്മാഷെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഹെഡ്മാഷക്ക് അവാർഡ് കൊടുക്കണോ, അയാളെ തല്ലിക്കൊല്ലണോ എന്നാണ് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചത്. തല്ലിക്കൊല്ലണം എന്ന അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ പടച്ചോനെ തല്ലിക്കൊല്ലണ്ടേ എന്നാണ് എൻ്റെ 2-ാമത്തെ ചോദ്യം. അതല്ല, ആ ഹെഡ്മാഷ് അവാർഡ് അർഹിക്കുന്ന ഹെഡ്മാഷാണെങ്കിൽ ഈ പടച്ചോനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്തോളൂ. ഇതാണ് ഖുർആനിലെ പടച്ചോനെക്കുറിച്ച്
ഈ ഖുർആൻ ആദ്യം വായിച്ചപ്പോൾ എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്. അതിലെന്തെങ്കിലും മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു മറുവാദം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഇത് ബദർ യുദ്ധം കഴിഞ്ഞ സമയത്ത്, ബദർ യുദ്ധത്തിൽ 70 ആളുകളെ കൊന്ന് കുറേ പേരെ തടവുകാരായി പിടിച്ചിട്ട് ആ യുദ്ധവിജയം ആഘോഷിക്കുന്ന സമയത്ത് അസംബ്ലി വിളിച്ച് കൂട്ടിയിട്ട് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ വെളിപാടായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വായിക്കുന്നത്. നീ എറിഞ്ഞപ്പോൾ ഏറ് കൊള്ളിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഈ പറഞ്ഞത് ഉഹുദ് യുദ്ധത്തിന് ശേഷമാണ്, ചിലർ പറയുന്നത് ഇത് വേറെ ഖൈബർ യുദ്ധത്തിൽ കിനാനയെ കൊന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബദർ യുദ്ധത്തിൽ നബി എറിഞ്ഞത് കുന്തവും അമ്പും ഒന്നായിരുന്നില്ല, പൂഴിക്കടകൻ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. മുഹമ്മദ് അവിടുന്ന് മണൽ വാരിയിട്ട് ഈ ശത്രു സൈന്യക്കാരുടെ നേരെ എറിഞ്ഞു. അപ്പോൾ അവരുടെ കണ്ണിലും മൂക്കിലൊക്കെ ഈ മണൽ ചെന്ന് കൊണ്ടു. അങ്ങനെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ട് യുദ്ധം വിജയിക്കാൻ കാരണമായി എന്നൊക്കെയാണ് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോൾ പൂഴിക്കടകൻ പ്രയോഗിച്ച മുഹമ്മദിനെ ആ പൂഴി എല്ലാവരുടെയും കണ്ണിൽ എത്തിച്ചുകൊണ്ട് ഞാനാണ് സഹായിച്ചത് എന്നും പറഞ്ഞിട്ടാണ് ഈ 8 കാലി മമ്മൂഞ്ഞിവിടെ ആയത്തിറക്കുന്നത്. നിങ്ങളൊരു ദൈവത്തിൻ്റെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്ക്. 1ാം ക്ലാസ്സിലെ കുട്ടിയെ മലപ്പുറം കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്ന ഹെഡ്മാഷേക്കാൾ തരം താഴ്ന്ന ഒരു ദൈവത്തിനെയാണ് ഈ ഖുർആനിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ മനുഷ്യർ ചെയ്തതും മനുഷ്യർ പറഞ്ഞതുമാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ പരിമിതികളെയും അന്നത്തെ ചരിത്ര സാഹചര്യങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ പരാതിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ലോകത്ത്, എല്ലാ ഗോത്രങ്ങളിലും എല്ലാ നാടുകളിലും എല്ലാ സമൂഹങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷിതാവെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മഹാപ്രപഞ്ചത്തിൻ്റെ മഹാദൈവമായിട്ടുള്ള ഒരു ദൈവം മനുഷ്യരെ ഈ രീതിയിൽ കഴുത്ത് വെട്ടിക്കാനും കുന്തം കൊണ്ട് കുത്തിക്കാനും അമ്പയിക്കാനും മണൽ വാരി കണ്ണിലെറിയിക്കാനും ഒക്കെ വന്നിട്ട് നേരിട്ട് സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ യുദ്ധം വിജയിച്ചതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ നിലവാരം എന്താണ്? ഒരു ഗോത്ര ദൈവം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അതിനേക്കാൾ തരം താണ ഒരു ദൈവത്തെയാണ് ഖുർആൻ ഈ മാതിരി കഥകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. 18ാമത്തെ വാക്യം, അതാണ് സത്യനിഷേധികളുടെ തന്ത്രത്തെ അള്ളാഹു ബലഹീനമാക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ട് ഈ അള്ളാഹു സത്യനിഷേധികളുടെ തന്ത്രത്തെ ബലഹീനമാക്കുന്നത് ലോക ചരിത്രത്തിൽ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വൻ പരാജയമാണ് എന്നാണല്ലോ കാണുന്നത്. എത്ര ശതമാനം ആളുകളാണ് ഇപ്പോൾ ഈ അള്ളാഹുവിൻ്റെ മതത്തിൽ ചേർക്കാൻ കഴിഞ്ഞത്? ഈ വാളും കുന്തവും ബോംബും തോക്കും ഒക്കെ ഉള്ള ഈ കാലത്ത് പോലും ഇതൊക്കെ പ്രയോഗിച്ചിട്ട് പോലും അള്ളാഹുവിന് മനുഷ്യരാശിയുടെ പകുതി ആളുകളെ പോലും ഈ മതത്തിൽ ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാളും ഈ മതം വായിച്ച് പഠിച്ചാൽ പിന്നെ ഈ മതത്തിൽ വരില്ല. പിന്നെ പെറ്റുപെരുകുന്നത് കൊണ്ട് പെട്ടുപോയവരാണ് ഈ മതത്തിലുള്ളവർ. അങ്ങനെ പെട്ടുപോയ മതവിശ്വാസികൾ തന്നെ ലോക ജനസംഖ്യയുടെ 20% താഴെയുള്ളൂ. ആ 20% ആളുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 99% ആളുകളും ഇതൊന്നും വായിച്ച് മനസ്സിലാക്കിയവരല്ല. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയവരാരും ഇത് വിശ്വസിക്കുന്നുമില്ല. വിശ്വസിക്കുന്നതായി നടിച്ചുകൊണ്ട് വല്ലപ്പോഴൊക്കെ നിസ്കരിച്ചിട്ടും നോൽമ്പോറ്റിട്ടും ആളുകളെ ബോധിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ മഹാഭൂരിപക്ഷം ആളുകളും മുനാഫിക്കുകളാണ്. ജീവിതം കൊഞ്ഞാട്ടയാക്കും എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ മതത്തിൽ വിശ്വസിക്കുന്നതായി അഭിനയിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ഈ വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിലെ മഹാഭൂരിപക്ഷവും. ഇത് കൃത്യമായിട്ടറിയാം. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ധൈര്യമായിട്ട് ഇതൊക്കെ പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ഒരിക്കലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമായിരുന്നില്ല. ഈ മതം വിശ്വസിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വിശ്വസിക്കുന്നതായിട്ട് നടിച്ചു നടക്കുന്നവരാണ്. ഇനി വിശ്വസിക്കുന്നവർ തന്നെ ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല വിശ്വസിക്കുന്നത്, ഇതൊന്നും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള. ഈ ഖുർആൻ വായിച്ച എത്ര പേരുണ്ട് മുസ്ലിം സമുദായത്തിൽ? നിങ്ങൾ ഒരു സർവേ, സത്യസന്ധമായിട്ട് ഒരു സർവേ നടത്തി നോക്കൂ. ഞങ്ങളെ ബോധ്യപ്പെടുത്തൊന്നും വേണ്ട, നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സർവേ നടത്തി നോക്കൂ. ഖുർആൻ വായിച്ചതിൻ്റെ ആശയം ഗ്രഹിച്ച എത്ര ശതമാനം ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. എൻ്റെ മനസ്സിലാക്കലനുസരിച്ച് ഒരു 2% കൂടുതൽ ആളുകൾ ഇത് വായിച്ചിട്ടുണ്ടാവില്ല. 1% ആളുകൾക്ക് പോലും ഇത് മനസ്സിലായിട്ടും ഉണ്ടാവില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ടാവില്ല. പാരമ്പര്യമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ ജീവിച്ചു പോകുന്നു, ഓതുന്നു, പാടുന്നു എന്നല്ലാതെ ഇതിലുള്ള ആശയങ്ങളും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യനും ഇത് വിശ്വസിക്കാൻ കഴിയില്ല.
പിന്നെ ഇത് വിറ്റ് കാശാക്കി ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന കുറേ ആൾക്കാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പുട്ടിയടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവരും വിശ്വാസികളാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വിശ്വാസികളല്ല എന്നതിന് അവരുടെ ചെയ്തികളും പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യമാവും. ഇന്നലെ പറഞ്ഞത് മാറ്റി ഇന്ന് പറയുന്നു, ഇന്ന് പറഞ്ഞത് മാറ്റി നാളെ പറയുന്നു, ഇങ്ങനെ തുരുതുരാ മാറ്റി മാറ്റി പറയുന്നവർ വിശ്വാസികളല്ല. അവർ ഈ വിശ്വാസികളായ ആളുകളെ കബളിപ്പിച്ച് ഇതിനെ വിറ്റ് കാശാക്കി സുഖസുന്ദരമായിട്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നിലനിന്ന് പോകുന്നത്. ഇതിൻ്റെ ഈ ചട്ടക്കൂട്, രാഷ്ട്രീയമായ ഈ ചട്ടക്കൂട് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഇതുപോലുള്ള ഒരു വഷളൻ സിദ്ധാന്തം ലോകത്ത് നിലനിന്നത്. ഈ ചട്ടക്കൂട് പൊളിഞ്ഞാൽ ഈ നിലനിൽക്കാനുള്ള യാതൊരു അർഹതയും ഈ മതത്തിനില്ല എന്ന് തന്നെയാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ള വിഡ്ഢിത്തങ്ങൾ തെളിയിക്കുന്നത്. ഇനി 19-ാമത്തെ വാക്യം, നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നതെങ്കിൽ ആ വിജയമിതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലോ നാമും ആവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ സംഘം എത്ര എണ്ണക്കൂടുതലുള്ളതാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെ തന്നെയാണ്. ഈ വാക്യം മുഫസ്സിറുകൾ കൈകാര്യം ചെയ്തത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട്, ഒരുപാട് കള്ളക്കളികൾ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ നടത്തിയതായിട്ട് കാണാം. ഇതിൻ്റെ അർത്ഥം തന്നെ 2 തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതും വായിക്കുന്നതും കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും ചെറിയ മുണ്ടവും കൂടെ തയ്യാറാക്കിയ ഖുർആൻ പരിഭാഷയുടെ ഓൺലൈൻ തഫ്സീറിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിൽ നിന്നാണ് വായിക്കുന്നത്. അതേ സമയത്ത് മുജാഹിദുകളുടെ തന്നെ പണ്ഡിതനായിരുന്ന അമാനി മൗലവി ഇതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അത് ഞാൻ കാണിച്ചു തരാം. വാക്കർത്ഥം സഹിതം അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: നിങ്ങൾ തുറവി തേടുന്നുവെങ്കിൽ, ആ തുറവിക്ക് ബ്രാക്കറ്റിൽ തീരുമാനം എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തുറവി അഥവാ തീരുമാനം തേടുന്നുവെങ്കിൽ നിങ്ങൾക്ക് തുറവി വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമവുമാകുന്നു. നിങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിലോ നാമും ആവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ കൂട്ടം അത് അധികമായിരുന്നാലും ശരി നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല. അള്ളാഹു വിശ്വാസികളുടെ കൂടെ തന്നെയാണുള്ളത്. നിങ്ങൾ തീരുമാനം തേടുകയാണെങ്കിൽ, തുറവി തേടുകയാണെങ്കിൽ എന്നാണ് അമാനി മൗലവി തഫ്സീറിൽ കൊടുത്തത്. ചെറിയ മുണ്ടം കൂട്ടരും കൊടുത്തത് നിങ്ങൾ വിജയം തേടുകയാണെങ്കിൽ ഇതാ വിജയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനുകൾ നോക്കും. ഒരുപാട് ട്രാൻസ്ലേഷൻ കമ്പാരിസൺ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ ആ കമ്പാരിസൺ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. ഇത് നോക്കൂ. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇഫ് യു സീക്ക് വിക്ടറി സോ ദി ഓപ്പനിങ് വിക്ടറി ഹാഡ് കം ടു യു. നിങ്ങൾ വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ വിജയമാണ് തേടുന്നതെങ്കിൽ വിജയം ഇതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. യൂസഫ് അലി വിക്ടറി ആൻഡ് ജഡ്ജ്മെൻറ്റ്, വിക്ടറി വിജയവും വിധിയും നിങ്ങൾ ആഗ്രഹിച്ചു, അതിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ വിജയം എന്നുള്ളതിൻ്റെ കൂടെ വിധി എന്നുകൂടെ കൂട്ടിക്കൊടുത്തു. വേറെ ചിലർ ജഡ്ജ്മെൻറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ വിക്ടറി കൊടുത്തതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്, അല്ലാത്തതൊക്കെ ജഡ്ജ്മെൻറ്റ് കൊടുത്തവരാണ്. വിക്ടറി ഹാസ് ആൾറെഡി കം അപ്പോൺ യു. ആർബറി സർവാറിൻ്റെ പരിഭാഷയിൽ കോൺഗസ്റ്റ് എന്നാണ് പറഞ്ഞത്. യു ആർ ലുക്കിംഗ് ഫോർ കോൺഗസ്റ്റ്. ഖലീഫ വിക്ടറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സഹീഹ് അതിലും വിക്ടറിയാണ്. മാലിക് എ ഡിസിഷൻ, നിങ്ങളൊരു തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീരുമാനം വന്നിരിക്കുന്നു, അവിടെ ഡിസിഷനാണ്. അത് കഴിഞ്ഞ് വീണ്ടും OXP വിക്ടറി. മൗലാന അലി ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രീ മൈൻഡ്സ് എന്ന് പറയുന്ന പരിഭാഷ കോൺഗസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. കറീബുല്ല വിക്ടറി. ജോർജ് സെയിൽ ഡിസിഷൻ. JM റോഡ്വെൽ ഡിസിഷൻ. ആസാദ് വിക്ടറി. ഇവിടെ ഈ വിക്ടറിയും ജഡ്ജ്മെൻറ്റും ഡിസിഷനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ അർത്ഥം വ്യത്യാസപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ സന്ദർഭത്തെക്കുറിച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുള്ളത്. ഇതിൽ വാഹിദി കൊടുത്തിട്ടുള്ള ഒരു സബബുൻ നുസൂലാണ് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ബിഫോർ ദേ സെറ്റ് ഓഫ് ടു ഫൈറ്റ് ദ പ്രോഫറ്റ് ഇൻ ഉഹ്ദ്, ദ idolaters grabbed the covers of the Kaaba and prayed, "O Allah, give victory to the greatest of the two armies, the most guided of the two camps.
the noblest of the two parties and the best of the two religions. And so Allah revealed this verse. Ikrimah said, the idolaters said, O Allah, we do not recognize that which Muhammad has brought, so judge between us with the truth. And so Allah revealed this verse. അപ്പോൾ ഉഹദ് യുദ്ധത്തിൽ മുഹമ്മദ് പരാജയപ്പെട്ട, മുഹമ്മദ് പിന്തിരിഞ്ഞോടുന്നതിന് മുമ്പ് അള്ളയും മലക്കുകളും പിന്തിരിഞ്ഞോടിയ ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ കഅബയിൽ ചെന്ന് നിന്നുകൊണ്ട് കഅബയുടെ ചുമരിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതാണ് സന്ദർഭം. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന വിവരം പിന്നീട് മുഹമ്മദ് അറിഞ്ഞപ്പോൾ ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ യുദ്ധത്തിൽ ഈ പ്രാർത്ഥിച്ച മക്ക മുശ്രിക്കുകൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ അവരുടെ വിജയത്തെക്കുറിച്ച് മുഹമ്മദ് പിന്നീട് അവതരിപ്പിച്ചതാണ് ഈ ആയത്ത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മക്ക മുശ്രിക്കുകൾ കഅബയിൽ പിടിച്ചു നിന്നുകൊണ്ട് ആരോടാണ് പ്രാർത്ഥിച്ചത്? ലാത്തയോടും ഉസ്സയോടും മനാത്തയോടൊന്നും അല്ല, സിർക്കല്ല പ്രാർത്ഥിച്ചത്, തൗഹീദ് പറയുന്ന അള്ളാഹു എന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അവർ. എന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്, ഞങ്ങളുടെ ഇടയിൽ ആരുടെ മതമാണ് സത്യം, ആര് പറയുന്നതാണ് സത്യം, ആരാണ് ശരിയായിട്ടുള്ള മാർഗത്തിൽ പോകുന്നത്, അവർക്ക് നീ വിജയം നൽകണമേ എന്ന് മക്ക മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചു. കഅബയിൽ ആരോട് പ്രാർത്ഥിച്ചു? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ യുദ്ധത്തിൽ അവരുടെ പ്രാർത്ഥന അനുസരിച്ച് ആരാ വിജയിച്ചത്? മക്ക മുശ്രിക്കുകൾ വിജയിച്ചു. മുഹമ്മദ് തോറ്റു ഉഹദ് യുദ്ധത്തിൽ. അങ്ങനെ മുഹമ്മദിൻ്റെ മുസ്ലിങ്ങളും തോൽക്കുകയും മക്ക മുശ്രിക്കുകൾ വിജയിക്കുകയും ചെയ്ത ആ യുദ്ധത്തിൽ മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് അതിനെ അംഗീകരിച്ചു കൊണ്ടിറക്കിയ ആയത്താണ് ഇത് എന്നാണ് വാഹിദിയുടെ തഫ്സീറിൽ കൊടുത്തിരിക്കുന്ന ഈ സബബുൻ നുസൂൽ അനുസരിച്ച് മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥത്തിൽ ജഡ്ജ്മെൻറ്റും ഡിസിഷനും ഒക്കെ ആയിട്ട് അർത്ഥം മാറ്റിയത് മുഫസ്സിറുകൾ. കാരണം എന്താണ് ഇതിൽ പറയുന്നത്? അക്ഷരാർത്ഥത്തിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ സത്യസന്ധമായിട്ട് ചെറിയ മുണ്ടവും പർപ്പൂരും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നതെങ്കിൽ ആ വിജയമിതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് മുഹമ്മദിൻ്റെ അള്ളാഹു മക്കയിലെ മുശ്രിക്കുകളോട് ഉഹദ് യുദ്ധത്തിന് ശേഷം പറഞ്ഞതാണ്. നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നത്, കഅബയിൽ പിടിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ വിജയം തേടിയിരുന്നുവെങ്കിൽ ആ വിജയമിതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. അതുകൊണ്ട് ഇനി നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ ജയിച്ചിക്കണു, ഇനി നിങ്ങൾ അധികം ദുലുമുണ്ടാക്കാൻ നിൽക്കണ്ട. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്നറിയില്ല. ചിലപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയതിന് ശേഷമാവാനാണ് സാധ്യത. കാരണം യുദ്ധത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് ഒളിച്ചിരിക്കുകയായിരുന്നു, മുഹമ്മദ് മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുന്നൊക്കെ പിന്നെ കുത്തി എണീറ്റ് വന്നിട്ട് അന്നേരം പറഞ്ഞതായിരിക്കും ഇത്. ഇനി നിങ്ങൾ യുദ്ധത്തിനൊന്നും വരരുത് എന്ന രീതിയിൽ പറഞ്ഞതായിരിക്കും. നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലോ നാമും ആവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ സംഘം എത്ര എണ്ണ കൂടുതലാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അള്ളാഹു വിശ്വാസികളുടെ കൂടെ തന്നെയാണ്. അള്ളാഹു നിങ്ങളെ കൂടെ എന്നല്ല, അള്ളാഹു വിശ്വാസികളുടെ കൂടെ തന്നെയാണ്. നിങ്ങൾക്ക് വിജയമല്ലേ വേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ അക്രമത്തിനൊന്നും വരണ്ട. ഇനി അഥവാ നിങ്ങൾ അക്രമത്തിന് വരികയാണെങ്കിൽ അള്ളാഹു ഇപ്പോഴും വിശ്വാസികളുടെ കൂടെ തന്നെയാണ്, നിങ്ങളെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ഉഹദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് തണുത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം മക്ക മുശ്രിക്കുകളെ ഫേസ് ചെയ്തുകൊണ്ട് വീണ്ടും അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാവാനാണ് സാധ്യത. എന്നാൽ ഇത് ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അർത്ഥം മാറ്റിയിട്ട് നിങ്ങൾ തീരുമാനം തേടുന്നുവെങ്കിൽ നിങ്ങൾക്കിതാ തീരുമാനം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ബദർ യുദ്ധം ജയിച്ച സമയത്ത്, ആ ജയിച്ച സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നാൽ ഈ വാചകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ തീരുമാനം വന്നിരിക്കുന്നു, നിങ്ങൾ വിരമിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമാകുന്നു, നിങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിലോ നാമം ആവർത്തിക്കുന്നതാണ്, നിങ്ങളുടെ കൂട്ടം അത് അധികമായിരുന്നാലും ശരി നിങ്ങൾക്കൊട്ട് ഉപകരിക്കുകയില്ല, അള്ളാഹു വിശ്വാസികളുടെ കൂടെ തന്നെയാണുള്ളത്. ഇത് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെയാണ്, അതിൻ്റെ സന്ദർഭം വേറെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം വന്നിരിക്കുന്നു എന്ന് ആയത്തിറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് ആ വിജയം എന്ന വാക്കിനെ അർത്ഥം മാറ്റിയിട്ട് തീരുമാനം, ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ എന്നൊക്കെ ആക്കി മുഫസ്സിറുകൾ മാറ്റിയതാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ പല തഫ്സീറുകളിലും ഇതിന് വിക്ടറി എന്ന് തന്നെയാണ്, വിജയം എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതാ വിജയം വന്നിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് വിജയിച്ചവരെ ഫേസ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. ബദർ യുദ്ധത്തിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളോടാണ് ഈ പറഞ്ഞതെങ്കിൽ നിങ്ങളിതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കും എന്നതിൻ്റെ കൂടെ പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം മുസ്ലിങ്ങൾ വിജയിച്ചു, അവരുടെ ഭാഗമാണ് ശരി, അവരുടെ ഭാഗമാണ് സത്യം, അവരുടെ ഭാഗമാണ് അള്ളാഹു എങ്കിൽ ആ വിജയിച്ച മുസ്ലിങ്ങളോട് അള്ളാഹു ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. എങ്ങനെ പറയേണ്ട കാര്യമില്ല? നിങ്ങൾ വിജയമാണ് തേടിയിരുന്നെങ്കിൽ ആ വിജയം ഇതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അങ്ങനെയാണെങ്കിൽ വിജയിച്ച മുസ്ലിങ്ങളോട് ഇനി മേലാൽ നിങ്ങൾ യുദ്ധമൊന്നും ചെയ്യേണ്ട, നിങ്ങളിതിൽ നിന്നൊക്കെ വിരമിക്കണമെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ല, ഇത് മുശ്രിക്കുകളോടാണ് പറഞ്ഞതെങ്കിൽ മുശ്രിക്കുകൾ എപ്പോഴാണ് വിജയം നേടിയത്? ഉഹുദ് യുദ്ധത്തിലാണ് വിജയം നേടിയത്. അപ്പോൾ ഉഹുദ് യുദ്ധം കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാണിത്. എന്തായാലും ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയ കാര്യമാണ് വ്യാഖ്യാതാക്കൾക്കിടയിൽ. ഇത് ഉഹുദ് യുദ്ധം കഴിഞ്ഞ സമയത്ത് അതിൻ്റേതായ അലയോലികളൊക്കെ അവസാനിച്ച് വീണ്ടും കുത്തിപ്പൊക്കി എടുക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം ആളുകളെ വീണ്ടും ഇതിനൊക്കെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മക്കക്കാരെ സംബോധന ചെയ്തുകൊണ്ട് അവരെ കൂടി വീണ്ടും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ വാക്യമായിരിക്കാനാണ് സാധ്യത. ഇങ്ങനെയൊക്കെയാണ് ഖുർആനിലെ വാക്യങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ബദറിൽ പറഞ്ഞതാണോ, ഉഹുദിൽ പറഞ്ഞതാണോ, ഇത് എവിടെല്ലാം പോകുന്നുണ്ടെന്നറിയാം. നേരത്തെ പറഞ്ഞ ഏറ് കൊള്ളിച്ചതിൻ്റെ കാര്യം പറഞ്ഞ് തബൂക്കിലേക്കും ഖൈബറിലേക്കും ഉഹുദിലേക്കും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് വ്യാഖ്യാതാക്കൾ. അവിടുത്തെയൊക്കെ സന്ദർഭം പറയുന്നുണ്ട്. കിനാന എന്ന് പറയുന്ന ഖൈബറിലെ ജൂത നേതാവിനെ മുഹമ്മദ് കുന്തമെറിഞ്ഞ് കൊന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് വരെ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന കാര്യത്തിൽ പോലും യാതൊരു എത്തും പിടിയില്ല. ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് കുറേ വാക്യങ്ങൾ ഒരുമിച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഖൈബറിൽ പറഞ്ഞതും ഉഹുദിൽ പറഞ്ഞതും മറ്റിടത്ത് പറഞ്ഞതും ഒക്കെ കൊണ്ടുവന്ന് തിരികെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഖുർആൻ വായിച്ചാൽ നമുക്ക് ചരിത്രവും മനസ്സിലാക്കാൻ കഴിയില്ല, കാര്യവും മനസ്സിലാക്കാൻ കഴിയില്ല, ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. വ്യാഖ്യാതാക്കൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ടാണ് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും പറഞ്ഞ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ചിന്താ പരീക്ഷണത്തിൽ പറഞ്ഞതുപോലെ അവിടെ ഞാൻ ഒരു LP സ്കൂൾ 1ാം ക്ലാസ്സിലെ കുട്ടിയെയും ഒരു ഹെഡ്മാഷയുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഉപമയായിട്ട് പറഞ്ഞത്. പക്ഷേ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനെയും മനുഷ്യനെന്ന ഈ നിസ്സാര ജീവികളെയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അത് LKG കുട്ടിയും ഹെഡ്മാഷും തമ്മിലുള്ള അന്തരം പോലും അല്ല, അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് ഈ നിസ്സാരരായ മനുഷ്യജീവികളും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ദൈവവും തമ്മിലുള്ള അന്തരം. അങ്ങനെയുള്ള ഒരു ദൈവത്തെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ, ഈ മനുഷ്യരാശിയെ മുഴുവൻ ഉണ്ടാക്കിയ, ഈ മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷിതാവായി ചമയുന്ന ഒരു ദൈവത്തെ, ഒരു വലിയ ദൈവത്തെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നിങ്ങൾ ഈ നഴ്സറി കുട്ടിയെ കത്തിയെടുത്ത് കുത്തുന്ന ഹെഡ്മാഷിൻ്റെ സ്ഥാനത്ത് ഈ അള്ളാഹു എന്ന ഈ ഖുർആനിലെ ദൈവത്തെ ഒന്ന് വെച്ചിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. എത്രമാത്രം വലിയ അസംബന്ധമാണ് ഈ ഖുർആനിലൂടെ ഈ മതം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. 6ാം നൂറ്റാണ്ടിലൊരു ഗോത്ര മനുഷ്യൻ ഇങ്ങനെ കുറേ വിഡ്ഢിത്തങ്ങൾ അവരുടെ ആ ഗോത്ര മനുഷ്യരെ യുദ്ധത്തിന് നയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ അതിൽ യാതൊരു അസ്വാഭാവികതയില്ല, നമുക്ക് അംഗീകരിക്കാം. ഈ മതം മനുഷ്യനുണ്ടാക്കിയതാണെങ്കിൽ, ഈ ഖുർആൻ മനുഷ്യൻ്റെ തൊള്ളയിൽ കൂടെ വന്നതാണ്, മനുഷ്യൻ്റെ വാചകങ്ങളാണെങ്കിൽ നമുക്ക് ഒരു പരാതിയില്ല, ഒരു വിമർശന ക്ലാസ്സും നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പടച്ചോൻ എഴുതിയതാണ് എന്നും ഇത് ലോകാവസാനം വരേക്ക് കുത്തും കോമയും മാറ്റാതെ മനുഷ്യർ
പാലിക്കേണ്ടതാണ്, ഇതാണെന്ന് ലോകത്തെ ഏറ്റവും മഹത്തായ ധാർമ്മിക ഉപദേശങ്ങൾ എന്നൊക്കെ തള്ളിമറിച്ചുകൊണ്ട് ഒരു മതവും നമ്മുടെ നാട്ടിലെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ജനാധിപത്യ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇത് മണ്ടത്തരമാണ് എന്ന് പറയാൻ ഇതിനകത്തുള്ള ഓരോ വരികളും നമുക്ക് എടുത്തു വെച്ച് വായിച്ചാൽ മാത്രം മതി. കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. തലക്ക് വെളിവുള്ള ആർക്കും മനസ്സിലാവും ഒരു വിവരവും വിവേകവും സംസ്കാരവും ഇല്ലാത്ത ഒരു ക്രൂരനായ, ഒരു കുൽസിത ബുദ്ധിക്കാരനായ ഒരു ഗോത്ര മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് ഉരുവം കൊണ്ട ആശയങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ബുദ്ധി മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യർക്കും ഒരു സംശയവും ഉണ്ടാവാനിടയില്ല. ഇതാണ് ക്ലാസ് അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.